ഇവനത് പോയി 10 മണിക്ക് പെണ്ണിനെ വീട്ടിലെത്താന്ന് പറഞ്ഞാണ്. നമ്മൾ 9 മണിക്ക് വന്നിക്കണ്. നമസ്കാരം. ബ്രോക്കറാണല്ലേ? അതൊക്കെ പണ്ട്. ഇപ്പൊ മാരേജ് മാനേജർ. എന്തേ? അല്ല, എനിക്കൊന്ന് ആലോചിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അല്ല, അതിനെന്താ കുഴപ്പം? അവിടെ ഇരുന്ന് ആലോചിച്ചോളി, എന്ത് വേണമെങ്കിലും ആലോചിച്ചോ. അതല്ല, ഒരു കല്യാണം കഴിച്ചാലോ എന്നൊരാലോചന. ഈ പ്രായത്തിലോ? കുയിലേക്ക് കാലി നീട്ടിരിക്കുന്ന നിങ്ങൾക്ക് എന്തിനാണ് കാരണവരെ ഇനിയൊരു കല്യാണം? അത്രയ്ക്കൊന്നും ആയിട്ടില്ല. ഒരു 80-85 അത്രേ ഉള്ളൂ. പക്ഷെ നല്ല ആരോഗ്യമുണ്ട്. അങ്ങനാണെങ്കിൽ നാളെ വീട് വരെ ഒന്ന് വരണം. ഒരു സ്ഥലം വരെ പോകാനാണ്. പെണ്ണ് കാണാനാ? അല്ല, വീടിന്റെ അടുത്ത് കല്യാണം ഉണ്ട്, വെള്ളം കോരാനാണ്. ഒന്ന് പോയി കാരണവരെ. ഞമ്മളെയൊക്കെ വന്നല്ലോ. അല്ല വീരാനെ, ഈ പെണ്ണ് കാണാനല്ലേ പോണത്, അല്ലാതെ പെണ്ണിനെ പേടിപ്പിക്കാനല്ലോ. ഒരു കുളൂസായിക്കോട്ടെ എന്ന് കരുതി. എങ്ങനുണ്ട്? ഉസ്സാറായിക്കണ്. ഈ നാളെ ഞമ്മളെ പുതിയ വീടിന്റെ പണി നടക്കുന്ന സ്ഥലം വരെ ഒന്ന് വരണം, ഇതേ കോലത്തില്. എന്തിനാ ഗഫർക്ക? കണ്ണേറ് കോലായിട്ട് വെക്കാനാണ്. അതെ, കാലിയൊക്കെ കളി. നല്ല ഗോതമ്പ് പോലുള്ള പെണ്ണിനെ കാണാനാണ് നമ്മൾ പോണത്. കോളാക്കരുത്. പിന്നെ കമ്മീസ് എത്തിരി കൂടും. വല്ലാതെ കൂടുവോ? എടോ, ഗോതമ്പ് പോലുള്ള പെണ്ണാണ്, ഇത്തിരി കൂടും. വീരാ, ഞമ്മളെ കൊല്ലുന്നേ. അല്ലോ, ഗോതമ്പ് പോലുള്ള പെണ്ണ് എന്ന് പറഞ്ഞിട്ട് ഉണങ്ങിയ ചപ്പാത്തി പോലത്തെ ഒരുത്തിയെ കാണിച്ചു തന്നിരിക്കുന്നത്. അന്റെ മയ്യത്തെ നമ്മൾ നിൽക്കും ഗഫൂറ. അടങ്ങ് വീരാനെ, അടങ്ങ്. എന്റെ പൊന്നു വീരാനെ, ഗോതമ്പ് പൊടി കൊണ്ടല്ലേ ചപ്പാത്തി ഉണ്ടാക്കണേ.